Chapter 4 Surfaces. First we have definition. A surface of dimension n or an n surface in Rn plus 1 is a non-empty subset S of Rn plus 1 of the form S equal to F inverse of C, where F from U to R, U is an open set in Rn plus 1, is a smooth function with the property del f of p not equal to 0 for every p belongs to S. That is, a surface is denoted by the letter capital S, and it is usually known as a surface of dimension n or an n surface. A surface of dimension n or an n surface, and it is in Rn plus 1. That is, an n dimension surface is contained in Rn plus 1. സർഫസിൻ്റെ ഡയമെൻഷനേക്കാൾ ഒരു ഡയമെൻഷൻ കൂടുതലായിരിക്കും അത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സ്പേസ്. It should be a non-empty set. It should be non-empty, and it is a subset of Rn plus 1. S is a surface, then it should satisfy two conditions. First one, S can be expressed as the level set of a smooth function f. S-ന് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ എഫ് ഫ്രം യു ടു ആർ, വേർ യു സബ്സെറ്റ് ഓഫ് Rn plus 1, Rn plus 1-ൽ നിന്ന് അല്ലെങ്കിൽ Rn plus 1-ൻ്റെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ലെവൽ സെറ്റായിട്ട് എസ്സിനെ എഴുതാൻ പറ്റണം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ, എസ്സിലെ എല്ലാ പോയിൻറ്റ്സും റെഗുലർ പോയിൻറ്റ്സ് ആയിരിക്കണം. ദാറ്റ് ഈസ് റെഗുലർ പോയിൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സ്മൂത്ത് ഫംഗ്ഷൻ. ഏത് സ്മൂത്ത് ഫംഗ്ഷനാണോ ലെവൽ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്നത് അതേ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എല്ലാ പോയിൻറ്റും റെഗുലർ പോയിൻ്റ് ആയിരിക്കണം. റെഗുലർ പോയിൻ്റ് മീൻസ് ഗ്രേഡിയൻറ്റ് നോട്ട് ഈക്വൽ ടു 0, del f of p നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി p ബിലോങ്സ് ടു എസ്. ദാറ്റ് ഈസ് എസ് ഒരു സർഫസ് ആണെങ്കിൽ എസ്സിനെ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് എഴുതാൻ പറ്റണം, ആൻഡ് del f of p നോട്ട് ഈക്വൽ ടു 0 ആവണം ഫോർ എവരി p ബിലോങ്സ് ടു എസ്. ആൻഡ് വി ഹാവ് എ വൺ സർഫസ് or a surface of dimension 1 in R2. R2ലാണ് ഉണ്ടാവുക വൺ സർഫസ്, ഈസ് യൂഷ്വലി കാൾഡ് എ പ്ലെയിൻ കർവ്. ദാറ്റ് ഈസ് R2ലെ സർഫസിന് നമ്മൾ പ്ലെയിൻ എന്നാണ് പറയുക സാധാരണ, അല്ലെങ്കിൽ പ്ലെയിൻ കർവ്. എ ടു സർഫസ്, അത് R3ലാണ് ഉണ്ടാവുക, ഈസ് യൂഷ്വലി കോൾഡ് എ സർഫസ്. സാധാരണ R3ലെ XYZ 3 കോർഡിനേറ്റ് ആക്സിസ് വരുന്ന R3ലെ സർഫസിനെയാണ് യൂഷ്വലി നമ്മൾ സർഫസ് എന്ന് സിംപ്ലി ആയിട്ട് പറയാറ്. ആൻഡ് ഇൻ ജനറൽ ഫോർ n greater than 2 or n greater than or equal to 3, an n surface in Rn plus 1 is usually known as a hypersurface. n greater than or equal to 3 ആകുമ്പോൾ generally hypersurface എന്ന് പറയും. Now we have an example. Example 1. Show that the unit n sphere x1 square plus x2 square plus etc. plus xn plus 1 square is a surface in Rn plus 1. So unit n sphere സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് സി എന്ന് എഴുതണം, ആൻഡ് del f of p നോട്ട് ഈക്വൽ ടു 0. സോ ലെറ്റ് എസ് ബി ദി യൂണിറ്റ് എൻ സ്ഫിയർ. ആ യൂണിറ്റ് എൻ സ്ഫിയറിന് എസ് എന്ന് നൊട്ടേഷൻ കൊടുത്തു. ദെൻ വി ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഫ്രം യു ടു ആർ, വേർ യു സബ്സെറ്റ് ഓഫ് Rn plus 1, such that f of x1, x2, etc. xn plus 1 equal to, ഇവിടെ എന്താണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതേ ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്യുക. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn plus 1 സ്ക്വയർ. Now find f inverse of 1. Set of all x1, x2, etc. xn plus 1 such that f of x1, x2, etc. xn plus 1 equal to 1. That is, set of all x1, x2, etc. xn plus 1 such that x1 square plus x2 square plus etc. plus xn plus 1 square equal to 1. So x1 square plus x2 square plus etc. xn plus 1 square 1 ആകുന്ന
xiകളുടെ കളക്ഷൻ, x1 x2 എക്സെട്ര xn പ്ലസ് വണ്ണിൻ്റെ കളക്ഷൻ. അതെന്താണ്? ഇറ്റ് ഈസ് ദി യൂണിറ്റ് n സ്ഫിയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു എസ് എന്നാണ് നമ്മൾ പേര് കൊടുത്തത്. സോ എസ് ക്യാൻ ബി റിട്ടൺ ആസ് f inverse of 1, that is s can be written as the level set of a smooth function f. Del f of p, by definition it is p dou f by dou x1 dou f by dou x2 etc. dou f by dou xn plus 1. That's equal to p dou f by dou x1 means 2x1, then 2x2 etc. 2xn plus 1. That is, simply you can write p and 2p, and del f of p equal to 0 implies, that is if and only if this 2p, that is 2x1 2x2 etc. 2xn plus 1 equal to 0. This is if and only if p equal to 0. P equal to 0 means x1 x2 etc. xn plus 1 equal to 0 0 etc. 0. And this point del f of p 0 ആവുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മാത്രമാണ്, അതായത് ഒറിജിൻ മാത്രം. ബട്ട് ഒറിജിൻ ഡസ് നോട്ട് ബിലോങ്സ് ടു ദിസ് പോയിന്റ്, ഡസ് നോട്ട് ബിലോങ്സ് ടു അവർ എസ്. ബിക്കോസ് നമ്മുടെ എസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്താൽ 1 കിട്ടണം. x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടണം. സോ 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് എക്സെട്ര 0 സ്ക്വയർ നോട്ട് ഈക്വൽ ടു 1 ആണ്. സോ ഇങ്ങനെ ഒരു പോയിന്റ് എസ്സിൽ ഉണ്ടാവില്ല. സോ ഡെൽ എഫ് ഓഫ് പി 0 ആവുന്നത് ഈ പോയിന്റിന് മാത്രമാണ്. ദാറ്റ് മീൻസ് ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി പി ബിലോങ്സ് ടു എസ്. ദാറ്റ് ഇംപ്ലൈസ് by the definition of surface s equal to f inverse of 1, that is the unit n sphere is a surface. Now next we have unit n sphere in Rn plus 1. It is denoted by Sn, unit n sphere in Rn plus 1, and unit 1 sphere in R2. അതിനെ നമ്മൾ സർക്കിൾ എന്നാണ് വിളിക്കുക. 1 സ്ഫിയർ എന്ന് പറഞ്ഞാൽ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. സർക്കിൾ S1 എന്ന് ഡിനോട്ട് ചെയ്യും. 2 സ്ഫിയർ R3യിലാണ് വരിക. അതിനെ നമ്മൾ സ്ഫിയർ എന്നാണ് പറയാറ്. അതായത് സർക്കിളാണ് 1 സ്ഫിയർ, സ്ഫിയർ ആണ് 2 സ്ഫിയർ. ഓക്കെ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ S2. Now next we have the second example, that is for a1 a2 etc. an plus 1, that is non-zero n plus 1 tuple ആണ് in Rn plus 1. Rn plus 1 ഒരു non-zero point ആണ്, and b is a real number. Then show that the n-plane equation a1 x1 plus a2 x2 plus etc. plus an plus 1 xn plus 1 equal to b in Rn plus 1. N-plane in Rn plus 1 is an n surface in Rn plus 1, and sketch the surface for n equal to 1 and 2 and c equal to 0 plus or minus 1 plus or minus 2. That is n plane എന്ന് പറയുന്നത് ഒരു സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണം ആൻഡ് സ്കെച്ച് ചെയ്യണം. സോ ഫസ്റ്റ് വി ഡിനോട്ട് ലെറ്റ് എസ് ബി ദി ക്യാപിറ്റൽ എസ് ബി ദി n plane in Rn plus 1. Rn plus 1 n plane ആണ് capital S. Then we define f from U to R or Rn plus 1 to R such that f of x1 x2 etc. xn plus 1 equal to എന്താണോ പ്ലെയിൻ്റെ ഇക്വേഷൻ അത് തന്നെ ഡിഫൈൻ ചെയ്യുക. ദാറ്റ് ഈസ് a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര പ്ലസ് an plus 1 xn plus 1. Now we find f inverse of b. It's equal to set of all x1 x2 etc. xn plus 1 such that f of x1 x2 etc. xn plus 1 equal to b. That is a1 x1 plus a2 x2 plus etc. plus an plus 1 xn plus 1 equal to b.
അതായത് a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് 1 xn പ്ലസ് 1 ഈക്വൽ ടു ബി ആകുന്ന കളക്ഷൻ അതെന്താണ്? ആ കളക്ഷൻ n പ്ലെയിൻ ആണ്. സോ n പ്ലെയിന് നമ്മൾ കൊടുത്തത് എസ് എന്നാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എസ്. സോ എസ്സിന് നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ ഒരു എഫ് സ്മൂത്ത് ഫംഗ്ഷനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ഡെൽ എഫ് ഓഫ് പി ഈക്വൽ ടു പി ഡോ എഫ് ബൈ ഡോ എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും? a1 എന്ന് വരും. a1 ദെൻ a2 എക്സെട്ര an പ്ലസ് 1. സോ ഡെൽ എഫ് ഓഫ് പി ഈക്വൽ ടു 0 implies this a1 a2 etc n plus 1 equal to 0. But we have a1 a2 etc an plus 1 equal to 0. But we have it is non-zero in the given condition. So del f of p 0 എന്ന ഒരേ ഒരു പോയിന്റ് ഏതാണ്? a1 a2 etc n plus 1 0 എന്ന പോയിന്റാണ്. സോ അങ്ങനെ ഒരു പോയിന്റ് it non-zero തന്നുണ്ട്. സോ del f of p not equal to 0 for every p belongs to S. So S is an n surface. N surface or the plane n plane is a surface in Rn plus 1. Now we have to sketch that surface, that is first for n equal to 1 and we take a1 and a2 as minus 1 and minus 2. So f becomes r2 ൽ നിന്നാവും n1 ആകുമ്പോൾ r2 to r ആണ് വരിക. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് x1 x2 ഈക്വൽ ടു a1 എന്ന് പറഞ്ഞാൽ മൈനസ് x1 a2 മൈനസ് 2 ആണ്. മൈനസ് x1 പ്ലസ് മൈനസ് 2x2 മൈനസ് x1 മൈനസ് 2x2. സോ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറഞ്ഞാൽ set of all x1 x2 such that f of x1 x2 equal to c. That's equal to set of all x1 x2 such that minus x1 minus 2x2 equal to c. So c ക്ക് വാല്യൂ കൊടുക്കുക. 0 കൊടുത്താൽ set of all x1 x2 such that minus x1 minus 2x2 equal to 0. f inverse of 1 minus 1 എന്ന് പറഞ്ഞാൽ set of all x1 x2 such that is equal to minus 1. അതുപോലെ ബാക്കിയുള്ളതും പ്ലസ് 1 ആകുമ്പോൾ ഈക്വൽ ടു പ്ലസ് 1 എന്ന് വരും. ആൾസോ മൈനസ് 2 പ്ലസ് 2 എക്സെട്ര. ഈ ഓരോ വാല്യൂസിനും നമുക്ക് ലെവൽ സെറ്റ് കിട്ടും. Now we have to sketch that surface, that is ഇതെല്ലാം ലൈൻസ് ആണ്, ലൈൻസിൻ്റെ ഇക്വേഷനാണ്. ഓരോ സി കൊടുക്കുമ്പോഴും സിക്ക് വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് സ്ട്രൈറ്റ് ലൈൻസ് ആണ് കിട്ടുക. അപ്പോൾ ഇത് വരയ്ക്കാൻ നമ്മൾ ആദ്യം എല്ലായ്പ്പോഴും ലെവൽ സെറ്റുകൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സർഫസോ ടാൻജൻറ്റ് സ്പേസോ എന്തായാലും എല്ലാം ലെവൽ സെറ്റിൻ്റെ ഫോമിലാണല്ലോ എഫ് ഇൻവേഴ്സ് ഓഫ് സി. എഫ് ഇൻവേഴ്സ് ഓഫ് 0 ഫസ്റ്റ് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിനോട് പാരലായിട്ടുള്ളതായിരിക്കും, അത് ലൈനാണെങ്കിൽ അതിന് പാരലായിട്ടുള്ള ലൈന്, അല്ലെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ അതിന് പാരലായിട്ടുള്ള പ്ലെയിൻ. ആ ഒരു ജനറൽ ഫോമിലാണ് വരുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ മൈനസ് x1 മൈനസ് 2x2 ഈക്വൽ ടു 0 എന്ന പോയിൻ്റാണ്. അപ്പോൾ ഇതിലേതെങ്കിലും രണ്ട് ആർബിട്രറി പോയിൻറ്റ്സ് x1നും x2നും വാല്യൂ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മൈനസ് x1 മൈനസ് 2x2 ഈക്വൽ 0 ഇംപ്ലൈസ് വി ഗെറ്റ് minus x1 equal to 2x2 or x1 equal to, okay, so we put x2 equal to some 1. x2 ന് നമ്മൾ 1 എന്ന് കൊടുത്താൽ മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. സോ x1 ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ മൈനസ് 2 1 ഈ ലൈന് ഈ എഫ് ഇൻവേഴ്സ് ഓഫ് 0 പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ x2ന് സം മൈനസ് 1 കൊടുത്താൽ വി ഗെറ്റ് മൈനസ് x1 ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. സോ x1 ഈക്വൽ ടു 2 മൈനസ് 1. അപ്പോൾ 2 പോയിൻ്റ് കിട്ടിയാൽ സ്ട്രൈറ്റ് ലൈനാണ്. സോ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ
വരയ്ക്കാൻ പറ്റുമോ? -2 1ഉം അതുപോലെ 2 - 1ഉം അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനായിരിക്കും എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത്. ഓക്കെ, x1 ആക്സിസ്, x2 ആക്സിസ്. അപ്പോൾ -2 1ഉം 2 - 1ഉം 2 - 1 ഓക്കെ, ഏകദേശം ഇവിടെ വരും. അതിന് ആ ഒരു ലൈന് ദറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് 0. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ 1 ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ജനറലി x1ന് 0 കൊടുക്കുക. അപ്പോൾ x2 എന്താ കിട്ടുന്നത് നോക്കാം. x1ന് 0 കൊടുത്താൽ -2x2 = 1 എന്ന് കിട്ടും. സോ x2 = -1/2. അതുപോലെ x2ന് 0 കൊടുത്താൽ x1 = -x1 = 1 ആണ്. സോ x1 = -1. അപ്പോൾ ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന 0 -1/2ലൂടെയും അതുപോലെ -1 0യിലൂടെയും പാസ് ചെയ്യുന്ന ലൈനായിരിക്കും എഫ് ഇൻവേഴ്സ് ഓഫ് 1. സോ അതൊന്നൊരു എഫ് ഇൻവേഴ്സ് ഓഫ് 0ൻ്റെ താഴെ അതിന് പാരലായിട്ട് ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് നമുക്ക് കിട്ടും. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് 2 എഫ് ഇൻവേഴ്സ് ഓഫ് 1 ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് 2 താഴെ അതേ പാരലൽ ഡിസ്റ്റൻസിലാണ് വരിക. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് 2 ആണ് ഇത്. ഇനി -1 ആണെങ്കിൽ മുകളിൽ വരും, അതുപോലെ -2 അതിൻ്റെ മുകളിൽ. ആ ഡിസ്റ്റൻസുകൾ സെയിം ആയിരിക്കും. പാരലൽ ഡിസ്റ്റൻസുകൾ ഓരോ ലൈനിനിടയ്ക്കും ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് n = 1 ആകുമ്പോൾ ഉള്ള സർഫസാണ്, പ്ലെയിനാണ് n പ്ലെയിൻ. 1 പ്ലെയിൻ ഇൻ R2 ആണ്. ദ നെക്സ്റ്റ് n = 2. ഫോർ n = 2 ഫങ്ഷൻ നമ്മൾ R3 to R ആണ് വരിക. Rn+1 to R എന്നുള്ളത് R3 to R എന്ന് വരും. ഡിഫൈൻഡ് ബൈ f of x1 x2 and x3 = നമ്മൾ a1 a2 a3 -1 -2 -3 എന്നെടുക്കുന്നുണ്ട്. -x1 -2x2 -3x3. സോ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് 1 എഫ് ഇൻവേഴ്സ് ഓഫ് 0 ഫസ്റ്റ്, ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് 1, എഫ് ഇൻവേഴ്സ് ഓഫ് 2, എഫ് ഇൻവേഴ്സ് ഓഫ് -1, എഫ് ഇൻവേഴ്സ് ഓഫ് -2 അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് പ്ലെയിൻ ആണ് കിട്ടുക. അതായത് ഇൻ ജനറൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ x1 x2 x3 സച്ച് ദാറ്റ് -x1 -2x2 -3x3 = സി. സിക്ക് 0 1 2 അതുപോലെ -1 -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പ്ലെയിൻ ആണ് കിട്ടുക, R3യിലെ പ്ലെയിനുകൾ. സോ വി ഗെറ്റ് ഒരു പ്ലെയിൻ ഇങ്ങനെ കിട്ടും. ദെൻ അതിന് മുകളിൽ ഇങ്ങനെ വരുന്ന വിധത്തിൽ, അതായത് ഈ ഡിസ്റ്റൻസ് സെയിം ആവുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള കുറേ പ്ലെയിനുകളാണ് നമുക്ക് കിട്ടുക. സോ ഇത് x1 ആക്സിസ്, ഇത് x2 ആക്സിസ് ഉണ്ടാവും, അതുപോലെ x3 ആക്സിസ്. ഇങ്ങനെയുള്ള പ്ലെയിനുകളാണ് നമുക്ക് n = 2 ആകുമ്പോൾ കിട്ടുന്നത്. സോ n = 1 ആകുമ്പോൾ ഇങ്ങനെയുള്ള ലൈൻസ് വരും, അതുപോലെ n = 2 ആകുമ്പോൾ പ്ലെയിനുകൾ. അതായത് ഒരു പ്ലെയിനിൻ്റെ മുകളിൽ ഒരു പ്ലെയിൻ, ഇവിടെ ഒരു ലൈനിന് പാരലായിട്ട് മുകളിലും താഴെയായിട്ടാണ് n = 1ൽ വന്നത്. അതുപോലെ n = 2 ആകുമ്പോൾ ഒരു പ്ലെയിനിൽ എഫ് ഇൻവേഴ്സ് ഓഫ് 0 അതിന് മുകളിലും താഴെയായിട്ട് ഇങ്ങനെ പ്ലെയിനുകൾ അടുക്കി വെച്ച രീതിയിലുള്ള ഒരു സർഫസാണ് നമുക്ക് കിട്ടുന്നത് ഓരോ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും. ഓക്കെ, നൗ നെക്സ്റ്റ് വി ഹാവ് ദ തേർഡ് എക്സാമ്പിൾ. ലെറ്റ് എഫ് ഫ്രം യു ടു ആർ, യു സബ്സെറ്റ് ഓഫ് Rn ആണ്. Rn+1ലാണ് ഇതുവരെ പറഞ്ഞത്. ഇത് Rnലെ ഒരു സെറ്റാണ് യു. സോ എഫ് Rn എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, ഒരു സ്മൂത്ത് ഫംഗ്ഷൻ. ദെൻ പ്രൂവ് ദാറ്റ് ഗ്രാഫ് ഓഫ് എഫ് ഇസ് എൻ n സർഫസ് ഇൻ Rn+1. എഫ് Rnലെ ഫംഗ്ഷനാണ്. നമുക്കറിയാം ഫംഗ്ഷൻ എവിടെയാണോ അതിനേക്കാൾ ഒരു ഡയമെൻഷൻ കൂടുതലായിരിക്കും ഗ്രാഫ് വരിക എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, ഗ്രാഫ് സ്കെച്ച് ചെയ്തപ്പോൾ. അപ്പോൾ എഫ് Rnലുള്ള ഫംഗ്ഷനാണ്. സോ ഗ്രാഫ് ഓഫ് എഫ് Rn+1ലായിരിക്കും. അപ്പോൾ ഏതൊരു സ്മൂത്ത് ഫംഗ്ഷൻ്റെയും ഗ്രാഫ്
the graph of any smooth function is a surface എന്നാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. ഒരു Rnൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫോർ എനി n ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എല്ലായ്പ്പോഴും Rn+1 സർഫസ് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. സോ അതിന് നമ്മൾ ഫംഗ്ഷൻ എടുത്തു f ഫ്രം u to r, u സബ്സെറ്റ് ഓഫ് Rn ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ്. ഫസ്റ്റ് നമ്മൾ ഗ്രാഫ് ഓഫ് എഫ് ഡിഫൈൻ ചെയ്യുക. ദ ഡെഫിനിഷൻ ഓഫ് ഗ്രാഫ് ഓഫ് എഫ് ഈസ് സെറ്റ് ഓഫ് ആൾ x1, x2, etc. xn+1 such that xn+1 equal to f of x1, x2, etc. xn. ഇതാണ് ഗ്രാഫ് ഓഫ് എഫിൻ്റെ ഡെഫിനിഷൻ. ദെൻ ഇതിന് സർഫസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലെവൽ സെറ്റ് ആണെന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്മൂത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. വി ഡിഫൈൻ ജി ഫ്രം യു ക്രോസ് ആർ, യു സബ്സെറ്റ് ഓഫ് ആർ എൻ ആണ്. യു ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ Rn+1 സബ്സെറ്റ് വരും ടു ആർ സച്ച് ദാറ്റ് ജി ഓഫ് x1, x2, etc. xn+1 ഈക്വൽ ടു ഇതേ ഡെഫിനിഷൻ തന്നെ ഡിഫൈൻ ചെയ്യാം. സോ ഈ xn+1 മൈനസ് xn+1 മൈനസ് എഫ് ഓഫ് x1, x2, etc. xn ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. ദെൻ ജി ഇൻവേഴ്സ് ഓഫ് 0 കണ്ടുവെക്കുക. ജി ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ x1, x2, etc. xn+1 such that g of x1, x2, etc. xn+1 equal to 0 എന്നാണ് വരിക. ദാറ്റ് ഈസ് xn+1 മൈനസ് എഫ് ഓഫ് x1, x2, etc. xn equal to 0. That means set of all x1, x2, etc. xn+1 such that equal to 0 എഴുതുമ്പോൾ xn+1 equal to f of x1, x2, etc. xn. ഇതാണ് നമ്മൾ എഴുതിയ ഗ്രാഫ് ഓഫ് എഫിൻ്റെ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ഗ്രാഫ് ഓഫ് എഫ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് 0. ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ലെവൽ സെറ്റായിട്ട് എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ ഡെൽ ജി ഓഫ് പി കാണണം നമുക്ക്. ഡെൽ ജി ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഡോ ജി ബൈ ഡോ x1, ഡോ ജി ബൈ ഡോ x2, etc. ഡോ ജി ബൈ ഡോ xn. ഇതാണ് ഡെൽ ജി ഓഫ് പിയുടെ ഡെഫിനിഷൻ. സോ ജി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡോ ജി ബൈ ഡോ x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജിയുടെ ഡെഫിനിഷൻ ഇതാണ് xn+1 മൈനസ് എഫ് ഓഫ് x1, x2, etc. xn. സോ ഡോ ജി ബൈ ഡോ x1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ഡോ എഫ് ബൈ ഡോ x1 എന്നാണ് വരിക. കാരണം എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് x1, x2, etc. xnനെ എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു പി മൈനസ് ഡോ എഫ് ബൈ ഡോ x1, അതുപോലെ മൈനസ് ഡോ എഫ് ബൈ ഡോ x2, etc. മൈനസ് ഡോ എഫ് ബൈ ഡോ xn വരെ വരും. പിന്നെ എഫിൽ xn വരെയുള്ളൂ. പിന്നെ ഡോ ജി ബൈ ഡോ xn+1 എന്ന് പറഞ്ഞാൽ അതെന്ത് വരും? 1 വരും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. സോ ഒരു 1 വരും. അപ്പോൾ ഡെൽ ജി ഓഫ് പി 0 ആവുക എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ടേം, അതായത് മൈനസ് ഡോ എഫ് ബൈ ഡോ x1 മൈനസ് ഡോ എഫ് ബൈ ഡോ x2, etc. മൈനസ് ഡോ എഫ് ബൈ ഡോ xn, 1 അത് 0 ആണ്. അപ്പോൾ ഈ ഡോ എഫ് ബൈ ഡോ xഐയുടെ ടേം ഫുള്ള് 0 ആയാലും ഈ 1 എപ്പോഴും എന്തായിരിക്കും? നോൺ 0. അപ്പോൾ ഇത് മാക്സിമം 0, 0, 0, etc. 0, 1 ഇങ്ങനെ ഒരു പോയിൻ്റ് വരുള്ളൂ. ഇതൊരിക്കലും എന്താവില്ല? 0 ആവില്ല. കാരണം ഈ 1 എപ്പോഴും അവിടെ നോൺ 0 ആയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ഡെൽ ജി ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി p belongs to S. So the two conditions of n surface is satisfied. So graph of f is an n surface in Rn+1 എന്ന് കിട്ടും. Now next we have the example 4. That is in example 4 we have
ലെറ്റ് എസ് ബി എൻ എൻ മൈനസ് വൺ സർഫസ് ഇൻ ആർ എൻ. ആർ എന്നിൽ ഒരു എൻ മൈനസ് വൺ സർഫസാണ് എസ്. given by S equal to F inverse of C, where F from U to R, U is open in Rn, such that del F of P not equal to 0 for all P belongs to F inverse of C. Let G from U1 to R, where U1 equal to U cross R, that is Rn plus 1 in the subset ആണ്, be defined by G of x1, x2, etc. xn plus 1 equal to F of x1, x2, etc. xn. Then G inverse of C is an n surface in Rn plus 1. സോ നമുക്കൊരു സ്മൂത്ത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട് എസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി. അതൊരു എൻ മൈനസ് വൺ സർഫസാണ് എസ്. അങ്ങനെയാണെങ്കിൽ വി ഡിഫൈൻ അനദർ ഫംഗ്ഷൻ ജി ഫ്രം U1 ടു ആർ, വേർ U1 എന്ന് പറഞ്ഞാൽ U ക്രോസ് ആർ ആണ്. നേരത്തെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഏതാണോ അതിനേക്കാൾ ഒരു ഡയമെൻഷൻ കൂടുതലാണ് ജിയുടെ ഡൊമൈൻ. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ, അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ജി ഇൻവേഴ്സ് ഓഫ് സി ഒരു എൻ സർഫസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ വി ഹാവ് ടു ഫംഗ്ഷൻ എഫ് ആൻഡ് ജി. അപ്പോൾ എസ് ഒരു എൻ മൈനസ് വൺ സർഫസ് ആണ്. സോ എസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ് ഫോർ സം സ്മൂത്ത് ഫംഗ്ഷൻ എഫ്. അതുകൊണ്ട് തന്നെ ഡെൽ എഫ് ഓഫ് പി എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും ഫോർ എവറി പി ബിലോങ്സ് ടു എസ്, സർഫസ് ആയതുകൊണ്ട്. ഇനി ജി തന്നിട്ടുണ്ട്, ജി ഫ്രം U1 ടു ആർ ആണ്. U1 എന്ന് പറഞ്ഞാൽ U ക്രോസ് ആർ ആണ്. Rn പ്ലസ് വണ്ണിൻ്റെ സബ്സെറ്റ് ആണ്. then we have to given g of x1 x2 etc xn plus 1 equal to f of x1 x2 etc xn എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. then g inverse of c ഒരു സർഫസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സോ g inverse of c എഴുതി നോക്കാം. g inverse of c equal to set of all x1 x2 etc xn plus 1 equal to g of x1 x2 etc xn plus 1 equal to c, such that not equal to c. So x1 x2 etc xn plus 1 such that g എന്ന് പറഞ്ഞാൽ f of x1 x2 etc xn plus 1 xn plus 1 fന് Rnലെ ഫംഗ്ഷനാണ് f equal to c. So g inverse of c equal to this. ഇതെന്താണ്? set of all x1 x2 etc xn plus 1 such that f of x1 x2 etc xn equal to c. So ഈ g inverse of c നെ നമുക്ക് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Now we have to find the gradient del g of p. del g of p എന്ന് പറഞ്ഞാൽ p dou g by dou x1 dou g by dou x2 etc dou g by dou xn plus 1. So p dou g by dou x1 എന്ന് പറഞ്ഞാൽ g ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? dou g by dou x1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു dou f by dou x1. dou xn വരെ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. dou f by dou x1 dou f by dou x2 etc dou f by dou xn. ഇനി dou g by dou xn plus 1 എന്ന് പറഞ്ഞാൽ ഇതിൽ xn plus 1 എന്നുള്ള ടേം ഇല്ല. സോ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0. സോ del g of p equal to 0 if and only if dou f by dou xi equal to 0 for every I. But it is not possible. കാരണം എന്താ? dou f by dou x1 dou f by dou x2 etc dou f by dou xn എന്ന് പറയുന്നത് del f of p യുടെ കോർഡിനേറ്റ്സ് ആണ്. We have given that del f of p not equal to 0 എന്ന് നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. del f of p not equal to 0 for all p belongs to f inverse of c
എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ജി ഇൻവേഴ്സ് ഓഫ് സി, ദാറ്റ് മീൻസ് ഡെൽ ജി ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി പി ബിലോങ്സ് ടു ജി ഇൻവേഴ്സ് ഓഫ് സി. സോ ജി ഇൻവേഴ്സ് ഓഫ് സി ഇസ് എൻ സർഫസ് ഇൻ Rn+1 എന്ന് നമുക്ക് പറയാം. നൗ ഈ ഫംഗ്ഷൻ നമ്മളൊരു പെർട്ടിക്കുലർ കേസ് എടുത്തിട്ട് നമ്മൾ ഒന്ന് സ്കെച്ച് ചെയ്താൽ, അതായത് ജി ഓഫ് x1 x2 എക്സെട്ര xn+1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x1 x2 എക്സെട്ര xn എന്നാണല്ലോ ഡിഫൈൻ ചെയ്തത്. സോ വി ടേക്ക് ദ കേസ് n ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് x1 ഉണ്ടാവും, അതിന് നമ്മൾ സോ ഇൻ ജനറൽ വി ഡിഫൈൻ എഫ് ഓഫ് x1 x2 എക്സെട്ര xn ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര xn സ്ക്വയർ എന്ന് ഡിഫൈൻ ചെയ്തു. സോ ജി ഓഫ് x1 x2 എക്സെട്ര xn+1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് അത് എഫ് ഓഫ് x1 x2 എക്സെട്ര xn ആണ്. അതായത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn സ്ക്വയർ ആണ്. വി കൺസിഡർ ദ കേസ് n ഈക്വൽ ടു 1. n ഈക്വൽ ടു 1 ആകുമ്പോൾ എഫ് ഓഫ് x1 എന്ന് വരും, ദാറ്റ്സ് ഈക്വൽ ടു x1 സ്ക്വയർ. ജി ഓഫ് x1 x2 വരെ ഉണ്ടാവും, ദാറ്റ്സ് ഈക്വൽ ടു x1 സ്ക്വയർ. കാരണം ജിയുടെ എഫിൻ്റെയും ഡെഫിനിഷൻ സെയിം ആണ്, അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ വി ഗെറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് 1 കണ്ടു നോക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ x1 സച്ച് ദാറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ x1 such that x1 square equal to 1. Set of all x1 such that x1 equal to plus or minus 1. That is minus 1 plus 1. അതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് 1. ഇനി ജി ഇൻവേഴ്സ് ഓഫ് 1. ജി ഇൻവേഴ്സ് ഓഫ് 1 ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ x1 x2. കാരണം ജിയുടെ ഡയമെൻഷൻ ഒന്ന് കൂടുതലാണ്, സച്ച് ദാറ്റ് g of x1 equal to 1. That's equal to set of all x1 x2 such that x1 square equal to 1. That is set of all x1 x2 such that x1 equal to plus or minus 1. സോ ഇതെന്തായിരിക്കും? x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എങ്ങനെ ആയിരിക്കും? x1 മൈനസ് 1 x2. ഇനി x1 പ്ലസ് 1 ആകുമ്പോൾ പ്ലസ് 1 x2. അതായത് x1 ഒന്നുകിൽ -1 അല്ലെങ്കിൽ +1, x2 ആർബിട്രറി ആണ്. ഇതായിരിക്കും ജി ഇൻവേഴ്സ് ഓഫ് 1. സോ ഇത് സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 x2 ആക്സിസ്. എഫ് ഇൻവേഴ്സ് ഓഫ് 1 ഈ -1 +1 ഈ രണ്ട് പോയിൻറ്റ്സ് മാത്രമേ വരുള്ളൂ എഫ് ഇൻവേഴ്സ് ഓഫ് 1. ജി ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിൻറ്റിലൂടെയും പാസ് ചെയ്യുന്ന രണ്ട് ലൈനുകളായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ സിലിണ്ടർ എന്നാണ് പറയുക. സിലിണ്ടർ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്ന സിലിണ്ടറിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല, പക്ഷേ സിലിണ്ടർ ഓവർ സീറോസ്ഫിയർ എന്ന് പറയും. സിലിണ്ടർ ഓവർ സീറോസ്ഫിയർ. നമ്മൾ ശരിക്കും പറയുന്ന സിലിണ്ടർ ഓവർ 1 സ്ഫിയർ ആണ്. അതായത് മുകളിൽ ഇങ്ങനെ സർക്കിളൊക്കെ വരുന്ന സിലിണ്ടർ, അതിനെ സിലിണ്ടർ. ഇത് R1 സിലിണ്ടറാണ്, സീറോസ്ഫിയർ ഇൻ R1. R1 സിലിണ്ടറല്ല, സീറോസ്ഫിയർ ഇൻ R1. സിലിണ്ടർ ഓവർ സീറോസ്ഫിയർ ഇൻ R1. നമ്മൾ ശരിക്ക് സിലിണ്ടർ എന്ന് പറയുന്നത് ആ ഒരു സ്കെച്ച്, ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് സിലിണ്ടർ ഇൻ R3 ആണ്, ഓവർ ദി 1 സ്ഫിയർ ആണ്. നൗ അതാണ് അടുത്ത കേസിൽ വരിക. അതായത് നമ്മൾ n ഈക്വൽ ടു 2 കൺസിഡർ ചെയ്യുമ്പോൾ, n ഈക്വൽ ടു 2 വരുമ്പോൾ n ഈക്വൽ ടു 2. n ഈക്വൽ ടു 2 കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് x1 x2 എന്ന് പറയുന്നത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് വരും. ജി ഓഫ് x1 x2 x3 വരും. ഡെഫിനിഷൻ അത് തന്നെ, x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് 1ഉം അതുപോലെ ജി ഇൻവേഴ്സ് ഓഫ് 1ഉം കണ്ടാൽ സച്ച് ദാറ്റ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 1. ഇതൊരു സർക്കിളാണ് കേട്ടോ. അതുപോലെ ജി ഇൻവേഴ്സ് ഓഫ് 1 x1 x2 x3 സച്ച് ദാറ്റ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈക്വൽ ടു 1. അതൊരു സിലിണ്ടർ കിട്ടും. സോ
we get the figure like this. n equal to 1 ആകുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ -1ഉം +1ഉം ആണ് f ഇൻവേഴ്സ് ഓഫ് 1. g ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഈ രണ്ട് ലൈനുകൾ -1ലൂടെയും +1ലൂടെയും പാസ് ചെയ്യുന്ന x2 ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസ്. അതുപോലെ for n equal to 2 we get this figure. A cylinder over the in R3 over the one sphere. Now next we have example 5. Let a capital C be a curve in R2 which lies above the x1 axis. Thus capital C equal to f inverse of C. ഇത് capital Cയും ഇത് small c ആണ്. For some f from u to R with del f of p not equal to 0 for all p belongs to capital C, where u is contained in the upper half plane x2 greater than 0, define s from s equal to g inverse of C, where g from u cross R to R by g of x1 x2 x3 equal to f of x1 x2 square plus x3 square whole raised to 1 by 2. Then s is a two surface. So ഈ സർഫസിനൊരു പേര് പറയും സർഫസ് ഓഫ് റെവല്യൂഷൻ എന്നാണ് പറയാം. എങ്ങനെ കിട്ടുന്ന സർഫസിന് സർഫസ് ഓഫ് റെവല്യൂഷൻ. സർഫസ് ഓഫ് റെവല്യൂഷൻ അബൌട്ട് x2 ആക്സിസ് ആണ് സർഫസ് ഓഫ് റെവല്യൂഷൻ. ബൈ റൊട്ടേറ്റിംഗ് ദ കർവ് സി അബൌട്ട് ദി x1 ആക്സിസ് ആണ്. സോറി x2 ആക്സിസ് അല്ല x1 ആക്സിസ് ആണ് ഈ സർഫസ് കിട്ടുന്നത്. അതായത് ഇവിടെ ക്യാപിറ്റൽ സി ഒരു കർവാണ്, R2ലെ ഒരു പ്ലെയിൻ കർവാണ് സി. എബവ് ദി x1 ആക്സിസ്, അതായത് x1 ആക്സിസിന് മുകളിലുള്ള പ്ലെയിനിലുള്ള ഒരു കർവാണ് സി. പ്ലെയിൻ കർവാണ്, അതായത് x1 ആക്സിസിന് മുകളിലുള്ള ഒരു പ്ലെയിൻ. ദസ് അതൊരു നമുക്കറിയാം പ്ലെയിൻ കർവുകളൊക്കെ സർഫസുകളാണ്. അതുകൊണ്ട് അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്മൂത്ത് ഫംഗ്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് സി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ഫോർ സം റിയൽ നമ്പർ സ്മോൾ സി എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാ പോയിൻറ്റും റെഗുലർ പോയിൻറ്റുകളായിരിക്കും. ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവറി പോയിൻറ്റ് ഇൻ ദാറ്റ് കർവ് സി. നൗ യു ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി അപ്പർ ഹാഫ് പ്ലെയിൻ x2 ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ നൗ വി ഡിഫൈൻ സെറ്റ് എസ് ജി ഇൻവേഴ്സ് ഓഫ് സി. അത് സർഫസ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യമാണ്. എസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് സി എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ ജി ഡിഫൈൻ ചെയ്യുന്നത് ജി ഓഫ് x1 x2 x3, അതായത് സിയുടെ ഡൊമൈൻ R2നേക്കാളും ഒരു ഡയമെൻഷൻ R3യിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ജി ഓഫ് x1 x2 x3 എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് എഫിൻ്റെ ടൈമിലാണ്. എഫ് ഓഫ് ഫസ്റ്റ് കോർഡിനേറ്റ് x1 തന്നെയാണ്, സെക്കൻഡ് കോർഡിനേറ്റ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ ആണ്. ദെൻ എസ് ഈസ് എ ടു സർഫസ്. ഈ ജി ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് ഒരു ടു സർഫസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജി ഫ്രം യു ക്രോസ് ആർ ടു ആർ ആണ് ബൈ ജി ഓഫ് x1 x2 ആണ് യു, ദെൻ ഒരാറും കൂടെ വരുമ്പോൾ x3 വരും, ഈക്വൽ ടു എഫ് ഓഫ് x1 x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ റൈസ് ടു 1 by 2. നൗ ജി ഇൻവേഴ്സ് ഓഫ് സി ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ജി ഇൻവേഴ്സ് ഓഫ് സി കണ്ടു നോക്കാം. സെറ്റ് ഓഫ് ആൾ x1 x2 x3 സച്ച് ദാറ്റ് എഫ് ഓഫ് x1, അതായത് ജി ഓഫ് x1 x2 x3 ഈക്വൽ ടു സി എന്ന് കിട്ടുക. ഈ സി സ്മോൾ സി ആണ് കേട്ടോ. നേരത്തെ നമ്മളെടുത്ത കർവ് സി ക്യാപിറ്റൽ സി ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് x1 x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ റൈസ് ടു 1 by 2 ഈക്വൽ ടു സി. That's equal to set of all x1 x2 x3 such that x1 x2 square x3 square raised to 1 by 2 x2 square plus x3 square raised to 1 by 2 belongs to f inverse of c എന്ന് എഴുതാം. f of ആ പോയിന്റ് c ആണെങ്കിൽ that point x1 x2 square plus x3 square all raised to 1 by 2 belongs to f inverse of c.
ഈ എഫ് ഇൻവേഴ്സ് ഓഫ് സ്മോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർവാണ്, ക്യാപിറ്റൽ സി ആണ്. സോ വി ഗെറ്റ് ജി ഇൻവേഴ്സ് ഓഫ് സി ഈക്വൽ ടു G inverse of C equal to set of all x1, x2, x3 such that x1, x2 square plus x3 square raised to 1 by 2 belongs to capital C. കാരണം F inverse of C എന്ന് പറഞ്ഞാൽ capital C ആണ്, കർവാണ്. ദാറ്റ് ഈസ് ഇതിനെ അതായത് ഈ പോയിൻറ്റിനെ x1, x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ റൈസ് ടു 1 by 2 എന്നുള്ള പോയിന്റ് നമ്മൾ എ ബി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് എ ഈക്വൽ ടു x1 അല്ലെങ്കിൽ x1 ഈക്വൽ ടു എ, ബി എന്ന് പറയുന്നത് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ റൈസ് ടു 1 by 2 ആണ്. സോ ബി സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. ദിസ് ഇസ് സർക്കിൾ. ഓക്കെ, ദിസ് ഇസ് എ സർക്കിൾ. എ ഈക്വൽ ടു x1 ആണ്. ബി സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു സർക്കിളാണ്. ഇത് സെൻറ്റർ 0, 0യും റേഡിയസ് ബി ആയിട്ടുള്ള ഒരു സർക്കിളാണ്. ദാറ്റ് ഈസ് ഫോർ ഈച്ച് പോയിൻ്റ് എ ബി ഇൻ സി, ക്യാപിറ്റൽ സിയിലാണല്ലോ ഈ എ ബി എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളത്. ഫോർ ഈച്ച് പോയിൻ്റ് എ ബി ഇൻ ദി കർവ് ക്യാപിറ്റൽ സി ദർ കറസ്പോണ്ട്സ് എ സർക്കിൾ ബി സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. ഏത് പോയിൻ്റ് എ ബി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സർക്കിൾ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈച്ച് പോയിൻ്റ് എ ബി ബിലോങ്സ് ടു ദി കർവ് സി ജനറേറ്റ്സ് എ സർക്കിൾ ഇൻ ദി പ്ലെയിൻ. ആ സർക്കിൾ എവിടെ ഉണ്ടാവുക? x1 ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിലാണ്. x1 ഈക്വൽ ടു എ ഫിക്സഡ് ആണ്. അപ്പോൾ x1 ഈക്വൽ ടു എ എന്നുള്ള R3യിൽ x1 ഈക്വൽ ടു എ എന്നുള്ള പ്ലെയിനിൽ എ ബി, ഏത് പോയിൻ്റ് എ ബിയും, ആ കർവിലെ ഏത് പോയിൻ്റ് എ ബിയും ഒരു സർക്കിൾ ജനറേറ്റ് ചെയ്യും. നൗ ഡെൽ ജി ഓഫ് പി കണ്ടുവെക്കാം. സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഗ്രേഡിയൻറ്റ് നോൺ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി ഡോ ജി ബൈ ഡോ x1 ഡോ ജി ബൈ ഡോ x2 ഡോ ജി ബൈ ഡോ x3. ദറ്റ് ഈസ് പി. ജി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫിൻ്റെ ടേമിലാണ്. ഡോ എഫ് ബൈ ഡോ x1 വരും, ഡോ എഫ് ബൈ ഡോ x1. ജി ഒന്നിവിടെ എഴുതുന്നുണ്ട്. ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x1 x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ റേസ് ടു 1 by 2 എന്നാണ്. അപ്പോൾ ഡോ ജി ബൈ ഡോ x1 എന്നാൽ ഡോ എഫ് ബൈ ഡോ x1, ഡോ എഫ് ബൈ ഡോ x1. ഇനി ഡോ ജി ബൈ ഡോ x2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ x2 പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1 by 2 റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ പിന്നെ x2 സ്ക്വയറിൻ്റെ 2x2 വരും. ദറ്റ് ഈസ് വി ഗെറ്റ് ഡോ എഫ് ബൈ ഡോ x2. ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. 2x2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. അതുപോലെ ഡോ എഫ് ബൈ ഡോ x3 അതുപോലെ തന്നെ വരാം. ഡോ എഫ് ബൈ ഡോ x3, ഡോ എഫ് ബൈ ഡോ x3 അല്ല, ഡോ ജി ബൈ ഡോ x3 അതുപോലെ വരും. 2x3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ. നൗ ഇതാണ് ഡെൽ ജി ഓഫ് പി വരും. ഇനി ഡെൽ ജി ഓഫ് പി 0 ആവുമോ നോക്കാം. ഡെൽ ജി ഓഫ് പി 0 ആണെങ്കിൽ ഡെൽ ജി ഓഫ് പി ഈക്വൽ 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ടേമുകൾ 0 ആണ്. സോ നമുക്കറിയാം ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഡെൽ എഫ് ഓഫ് പി നോൺ 0 ആണ് ഫോർ എവരി പി ബിലോങ്സ് ടു ക്യാപിറ്റൽ സി. കാരണം സി ഒരു കർവാണ്, സർഫസ് ആണ്. അപ്പോൾ അതിലെല്ലാ പോയിൻറ്റും ഗ്രേഡിയൻറ്റ് നോൺ സീറോ ആയിരിക്കും, റെഗുലർ പോയിൻറ്റുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെൽ എഫ് ഓഫ് പി നോൺ സീറോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഡോ എഫ് ബൈ ഡോ x1 ഡോ എഫ് ബൈ ഡോ x2 ഇത്രയാണല്ലോ ഡെൽ എഫിൽ വരിക. എഫ് R2ലെ ഫംഗ്ഷൻ ആണല്ലോ.
അപ്പോൾ ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡോ എഫ് ബൈ ഡോ എക്സ് വണ്ണും ഡോ എഫ് ബൈ ഡോ എക്സ് ടുവും ഒരുമിച്ച് 0 ആവില്ല. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് വണ്ണും ഡോ എഫ് ബൈ ഡോ എക്സ് ടുവും ഒരുമിച്ച് 0 ആവില്ല. ഇനി നമുക്കൊരു കാര്യം കൂടെ, അപ്പോൾ ഈ രണ്ട് ടേമുകളാണുള്ളത്, ഡോ എഫ് ബൈ ഡോ എക്സ് വൺ, ഡോ എഫ് ബൈ ഡോ എക്സ് ടു. അത് രണ്ടും സൈമൾട്ടേനിയസ്ലി 0 ആവില്ല. ഇനി എക്സ് ടു ഗ്രേറ്റർ ദാൻ 0 എന്നൊരു കണ്ടീഷൻ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എക്സ് ടു ഗ്രേറ്റർ ദാൻ 0 ആ പ്ലെയിനിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തുള്ളത്, അപ്പർ ഹാഫ് പ്ലെയിനിൽ. അപ്പോൾ എക്സ് ടു ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഈ ടൂവും ടൂവും ക്യാൻസൽ ചെയ്തു പോകും. ഈ എക്സ് ടു എന്താവില്ല, 0 ആവില്ല. പിന്നെ എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ, ഇനി എക്സ് ത്രീ 0 ആയാലും എക്സ് ടു സ്ക്വയർ നോൺ 0 ആയിരിക്കും. അപ്പോൾ എങ്ങനെയായാലും ഡോ എഫ് ബൈ ഡോ എക്സ് വൺ 0 ആയി പോയാൽ ഈ ടേം നോൺ 0 ആയിട്ടുണ്ടാവും. ഇനി ഇത് 0 ആയി പോയാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ടു, ഈ എക്സ് ടു ബൈ റൂട്ട് ഓഫ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ ഒരിക്കലും 0 ആവില്ല. ഇനി അത് 0 ആയി പോയാലും ഡോ എഫ് ബൈ ഡോ എക്സ് ടു 0 ആയി പോയാലും അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ 0 ആവില്ല, കാരണം ഡെൽ എഫ് ഓഫ് പി നോൺ 0 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഡെൽ ജി ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി പി ബിലോങ്സ് ടു ജി ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് വി ക്യാൻ ഡിഫൈൻ എസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി, സോറി ജി ഇൻവേഴ്സ് ഓഫ് സി. ജി ആണ് നമ്മുടെ ഫങ്ഷൻ, ജി ഇൻവേഴ്സ് ഓഫ് സി ആൻഡ് ഡെൽ ജി ഓഫ് പി നോട്ട് ഈക്വൽ 0 ഇസ് എ സർഫസ് ഇൻ R3. R3യിലെ ഒരു സർഫസ് ആണ് എന്ന് പറയാൻ പറ്റും. ആ സർഫസിനെയാണ്, ഈ എസ്സിനെയാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് സിനെയാണ് നമ്മൾ സർഫസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, ഒബ്റ്റെയിൻഡ് ബൈ റൊട്ടേറ്റിംഗ് ദി കർവ് സി എബൌട്ട് ദി x1 ആക്സിസ്. സോ ഇങ്ങനെ വരും ഫിഗർ. x1 ആക്സിസിനെ എബൌട്ട് x1 ആക്സിസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർഫസ് ഓഫ് റെവല്യൂഷൻ എസ് ഒബ്റ്റെയിൻഡ് ബൈ റൊട്ടേറ്റിംഗ് ദ കർവ് സി എബൌട്ട് ദി x1 ആക്സിസ്. സി എന്ന് പറയുന്ന ഒരു കർവിന് ഒരു ആക്സിസിൽ വിത്ത് റെസ്പെക്റ്റ് ടു ഒരു ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ഒരു ഫിഗർ താഴെ വരും. സിയുടെ ഷേപ്പ് എന്താണോ നമ്മൾ എടുക്കുന്നത് അതേപോലെ താഴെ വരും. സോ ദാറ്റ് ഈസ് ദി സർഫസ് ഓഫ് റെവല്യൂഷൻ about the x1 axis. Okay, thank you.